നമസ്കാരം. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടാകുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ വിജയമല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികൾ അവിടെ നിന്നും ഇളക്കിക്കൊണ്ടുപോയി ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ശബരിമലയുടെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവലിന് നിയമാവലിക്ക് വിരുദ്ധമായ രീതിയിൽ ശബരിമല സന്നിധാനത്തിന് വെളിയിലേക്ക് ആ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ അഴിച്ചു കൊടുക്കുന്നത് അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറാണ്. അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. ഈ കടകംപള്ളി സുരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി എവിടെയാണ് വിറ്റിരിക്കുന്നത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നത്. അന്യസംസ്ഥാനത്തിലുള്ള സഹസ്രകോടീശ്വരനായ ഒരു വലിയ വ്യവസായിക്കാണ് ഈ സ്വർണ്ണപ്പാളി വിറ്റിരിക്കുന്നത് എന്ന് വി.ഡി. സതീശൻ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയുണ്ടായി. ആർക്കാണ് അത് വിറ്റിരിക്കുന്നത് എന്നുള്ളത് ബഹുമാന്യനായ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നാണ് വി.ഡി. സതീശൻ അന്ന് തുറന്നടിച്ചത്. ഇതിനെതിരെ കടകംപള്ളി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ശബരിമല സന്നിധാനത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്നല്ല, ശബരിമല സന്നിധാനത്തിൽ പൂവോ ചന്ദനത്തിരിയോ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണയോ തിരിയോ എന്തെങ്കിലും വാങ്ങിക്കുന്നതിന് പോലുമുള്ള യാതൊരു തരത്തിലുള്ള ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവും ദേവസ്വം വകുപ്പ് അറിയാറില്ല. ഇനിയിപ്പോൾ ശബരിമലയിൽ നടക്കുന്ന സദ്യ ആവട്ടെ, ശബരിമലയിൽ നടക്കുന്ന പഞ്ചലോഹ വിഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ സ്വർണം പൂശലോ സ്വർണം പൊതിയലോ അങ്ങനെ ഏത് തരത്തിലുള്ള നിർമ്മിതികളോ വെടിവഴിപാടുകളോ എന്ത് തന്നെയാവട്ടെ, ഇതിൻ്റെ സാമ്പത്തിക ക്രമങ്ങളൊന്നും തന്നെ ദേവസ്വം വകുപ്പ് അറിയാറില്ല, ദേവസ്വം മന്ത്രി കാണാറില്ല, സർക്കാർ അത്തരം ഫയലുകളൊന്നും കാണാറില്ല. 500 രൂപയുടേത് പോലും ഉള്ള വ്യവഹാരങ്ങൾ, ദേവസ്വം വകുപ്പിൽ നടക്കുന്ന വ്യവഹാരത്തിൻ്റെ ഫയലുകൾ പോലും ദേവസ്വം വകുപ്പ് മന്ത്രി കാണാറില്ല. അതിൻ്റെ ആവശ്യമില്ല. ദേവസ്വം വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ തീരുമാനമെടുക്കാം, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം. അത് ദേവസ്വം വകുപ്പിനെയോ അല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനെയോ അറിയിക്കേണ്ട ആവശ്യമില്ല. ദേവസ്വം വകുപ്പുകളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ സർക്കാരോ ദേവസ്വം വകുപ്പ് മന്ത്രിയോ അറിയാറില്ല എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത് മാധ്യമങ്ങളെ കാണുമ്പോൾ. എന്നാൽ വി.ഡി. സതീശൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2019 കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നതെന്നും ശബരിമലയിലെ സ്വർണ്ണപ്പാളി എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നും ആരാണ് കൊണ്ടുപോയതെന്നും ആർക്കാണ് വിറ്റതെന്നും കൃത്യമായി കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പൊതുമാധ്യമങ്ങളിലൂടെ വന്ന് വി.ഡി. സതീശൻ ഇത് വ്യക്തമാക്കിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വി.ഡി. സതീശനെതിരെ കേസ് കൊടുക്കുകയായിരുന്നു. ആദ്യം കേസ് കൊടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി പറഞ്ഞത് വി.ഡി. സതീശൻ തൻ്റെ പ്രസ്താവന, കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നായിരുന്നു. മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 2 കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിന് താൻ വി.ഡി. സതീശനെതിരെ കേസ് കൊടുക്കും എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. എന്നാൽ വി.ഡി. സതീശൻ താൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കടകംപള്ളിക്കെതിരെ ഉയർത്തിയ പരാമർശങ്ങളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോവുകയോ ചെയ്തില്ല. വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും 2019 നടന്ന ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട്, അഭേദ്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ വീണ്ടും ആവർത്തിച്ചത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോവുകയും അവിടെ ഒരു വലിയ കോടീശ്വരന് ഈ സ്വർണ്ണപ്പാളികൾ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വി.ഡി. സതീശൻ വീണ്ടും ആവർത്തിക്കുന്നു. അത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ആർക്കാണ് കൊടുത്തത് എന്നുള്ള വിവരം. വി.ഡി. സതീശൻ തന്റെ പ്രസ്താവനയിൽ നിന്ന് പിന്മാറാതിരിക്കുകയും കടകംപള്ളി സുരേന്ദ്രനോട് പൊതുമധ്യത്തിൽ വന്ന് മാപ്പ് പറയാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 2 കോടി രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വി.ഡി. സതീശനെതിരെ കേസ് കൊടുത്തു. മാനനഷ്ടത്തിന് വി.ഡി. സതീശനെതിരെ അഡ്വക്കേറ്റ് രാജഗോപാൽ വഴി കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ആ കേസ് കൊടുത്തപ്പോൾ വി.ഡി. സതീശനെതിരെ 2 കോടി രൂപയ്ക്കുള്ള മാനനഷ്ടം 10 ലക്ഷമായി ചുരുക്കി. അതായത് 2 കോടിയുടെ മാനമുണ്ടായിരുന്ന കടകംപള്ളിയുടെ മാനം കോടതിയിലേക്ക് മാനനഷ്ടം ചോദിച്ചുകൊണ്ട് വി.ഡി. സതീശനോട് മാനനഷ്ടം ചോദിച്ചുകൊണ്ട് എത്തിയപ്പോൾ 2 കോടിയിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ്റെ മാനം വില ഇടിഞ്ഞിടിഞ്ഞ് 10 ലക്ഷത്തിലേക്ക് വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. കടകംപള്ളി സുരേന്ദ്രൻ്റെ മാനത്തിന് 10 ലക്ഷം. കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ മാനത്തിന് 10 ലക്ഷം എന്ന് വില നിശ്ചയിച്ചത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇറക്കിയിരിക്കുന്ന പ്രസ്താവനകൾ അത്രയും ശരിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ SIT അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അതേ തുടർന്നുണ്ടായിരിക്കുന്ന അറസ്റ്റുകൾ. CPM നേതാക്കളെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അറസ്റ്റിലായിരിക്കുന്നത്. CPM
കോന്നി MLA ആയ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പത്മകുമാർ മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരുന്നു. പിണറായി വിജയന്റെ ഒരു കാലത്തെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശത്തെ തുടർന്നാണ് പിണറായി വിജയനും പത്മകുമാറും തെറ്റിയത്. അന്ന് മുതലാണ് പിണറായി വിജയന് പത്മകുമാറിനോട് ശത്രുതയുണ്ടായത്. പത്മകുമാറിനെ ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി അവരോധിക്കുമ്പോൾ അതിനു മുകളിൽ അന്ന് ദേവസ്വം കമ്മീഷണറായി N. വാസുവിനെ പിണറായി വിജയൻ അവരോധിച്ചിട്ടുണ്ടായിരുന്നു. N. വാസുവാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി പിണറായി വിജയനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത്. സുപ്രീം കോടതിയിൽ നിലവിലുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഫിഡാവിറ്റ് പിൻവലിച്ച് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവുണ്ടാവുകയാണെങ്കിൽ, സ്ത്രീകൾ പ്രവേശനം ചോദിച്ചു വരികയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിൽ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ള അഫിഡാവിറ്റ് N. വാസുവാണ് സുപ്രീം കോടതിയിൽ കൊടുത്തത്. അങ്ങനെ ശബരിമലയിൽ നവോത്ഥാനം നടത്താൻ പിണറായി വിജയന് സഹായകരമായി നിന്ന N. വാസുവിനെ പിന്നീട് പ്രത്യുപകാര സ്മരണ കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റാക്കി പിണറായി വിജയൻ അവരോധിക്കുകയുണ്ടായി. അതെന്ത് തന്നെയായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ 2 തവണ കമ്മീഷണറും 1 തവണ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന N. വാസുവും അറസ്റ്റിലായി, പത്മകുമാർ അറസ്റ്റിലായി, മുരാരി ബാബു അറസ്റ്റിലായി. അതുപോലെ CPMന്റെ എല്ലാ സംഘടനാ നേതാക്കളും അല്ലെങ്കിൽ ശബരിമലയിലെ ദേവസ്വം തൊഴിലാളികൾ, ശബരിമലയിലെ ദേവസ്വം ബോർഡിലെ തൊഴിലാളികളായ CPMന്റെ സംഘടനാ പ്രവർത്തകരായ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് VD സതീശൻ പറഞ്ഞതെല്ലാം കൃത്യമായി വന്നിരിക്കുന്നു. CPMനും പിണറായി വിജയൻ സർക്കാരിനും ഇതിൽ പങ്കുണ്ട്. അവരറിയാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്നാണ് VD സതീശൻ തുറന്നടിച്ചത്. ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം സ്വർണ്ണപ്പാളികൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ആർക്കാണ് വിറ്റത് എന്നുള്ള കാര്യം അറിയാമെന്ന് പറഞ്ഞ VD സതീശനെതിരെ 2 കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് കടകംപള്ളി 10 ലക്ഷത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതായത് കടകംപള്ളി തന്നെ നിശ്ചയിച്ചിരിക്കുന്നു കടകംപള്ളിക്ക് 10 ലക്ഷത്തിൻ്റെ മാനമേ ഉള്ളൂ എന്നുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ SITയുടെ അന്വേഷണം നടക്കുമ്പോൾ ഇനി അടുത്ത ആൾ ആരാണ്, അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഇനി ആരെയാണ് SIT ചോദ്യം ചെയ്യാൻ പോകുന്നത്, അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുമ്പോൾ അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ആയിരിക്കും എന്നുള്ള കിംവദന്തി നാട്ടിൽ പരക്കുന്നതിനിടയിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. എന്തായാലും VD സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ 10 ലക്ഷത്തിന് മാനനഷ്ടം കൊടുത്തിരിക്കുന്നു, മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു. ആ കേസിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. VD സതീശൻ 10 ലക്ഷം രൂപ കടകംപള്ളിക്ക് കൊടുക്കുമോ അതോ മാപ്പ് പറഞ്ഞ് കേസ് പിൻവലിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. അതിനുള്ളിൽ തന്നെ SIT കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമോ, പ്രതി ചേർക്കുമോ, അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കുക.